ഹലോ ഓൾ. അപ്പോൾ നമ്മളിന്ന് വർക്ക് സൂപ്പറിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സസ് ആയിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻ ആണ് യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ ആണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ള, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ പ്ലേലിസ്റ്റ് എടുത്ത് തന്നെ പ്ലേ ചെയ്യാൻ നോക്കുക. കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ കൺവീനിയൻസ് അനുസരിച്ചായിരിക്കും. പക്ഷെ പ്ലേലിസ്റ്റിനകത്ത് കറക്റ്റ് ഓർഡറിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ പ്ലേലിസ്റ്റ് തന്നെ എടുത്ത് പ്ലേ ചെയ്ത് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ എന്നുള്ള ചാപ്റ്റർ. അപ്പോൾ ഇത് 6 മാർക്കിനാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കേണ്ടത് മെഷർമെൻറ്റ്സിൻ്റെ യൂണിറ്റ്സ് പഠിക്കണം. പിന്നെ പെരിമീറ്റർ, ഏരിയ ഓഫ് ട്രയാങ്കിൾ, പോളിഗൺ ആൻഡ് സർക്കിൾ, ഇതിൻ്റെ എല്ലാം ഏരിയയും പെരിമീറ്ററും വോളിയവും എല്ലാം കണ്ടുപിടിക്കണം. വോളിയം ഓഫ് സോളിഡ്സ് ഒക്കെ കണ്ടുപിടിക്കാനാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. എന്താണ് യൂണിറ്റ്? ഓക്കെ, യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ യൂണിറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ സ്റ്റാൻഡേർഡ് ഓർ ഫിക്സഡ് ക്വാണ്ടിറ്റി ഓഫ് ഓൺ കൈൻഡ് യൂസ് ടു മെഷർ അതർ ക്വാണ്ടിറ്റീസ് ഓഫ് ദ സെയിം കൈൻഡ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി ആണ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി ആണ്. അതെന്ത് ചെയ്യും? നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി ആയിരിക്കും. അത് വെച്ച് നമ്മൾ മറ്റേ വസ്തുക്കളെ നമ്മൾ എന്ത് ചെയ്യും? മെഷർ ചെയ്യും. അതിനെടുക്കുന്ന ആ ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് ഫണ്ടമെന്റൽ യൂണിറ്റ്സും ഉണ്ട്, ഡിറൈവ്ഡ് യൂണിറ്റ്സും ഉണ്ട്. ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് ഓഫ് ബേസിക് ക്വാണ്ടിറ്റീസ്. ബേസിക് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്. ബേസിക് ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? ലെങ്ത്, മാസ്, ടൈം, എക്സെട്ര. ഓക്കെ, അപ്പോൾ ബേസിക് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സിനാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫണ്ടമെന്റൽ യൂണിറ്റ്സിൽ നിന്ന് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ യൂണിറ്റ് അല്ലെങ്കിൽ എന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബേസിക് യൂണിറ്റ്. ഓക്കെ, അതിൽ നിന്നും ഡിറൈവ് ചെയ്ത് വരുന്ന യൂണിറ്റ്സ് ആണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഏതൊക്കെ വരും? ഏരിയ, വെലോസിറ്റി, അതുപോലുള്ളതാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയും അതിന്റെ SI യൂണിറ്റും ആണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ മാസ്. മാസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം. അത് എല്ലാവർക്കും അറിയായിരിക്കും. മാസിന്റെ SI യൂണിറ്റ് കിലോഗ്രാം. ലെങ്ത് ആണെങ്കിലോ മീറ്റർ, അതും അറിയാം. ടൈം സെക്കൻഡും അറിയാം. ടെമ്പറേച്ചർ കെൽവിൻ, അതും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ. ഓക്കെ, ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ. ആൻഡ് ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ കാൻഡില. ഇത് ചിലപ്പോൾ മറന്നു പോകാൻ ചാൻസ് ഉള്ളതാണ്. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ SI യൂണിറ്റ് എന്താണ്? കാൻഡിലയാണ്. ദെൻ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണെങ്കിൽ മോൾ. അപ്പോൾ ഇത്രയാണ് നമുക്കുള്ള ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഇനി ഈ പേര് നിങ്ങൾ കാണാൻ പഠിക്കണം. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന് അകത്ത് വരുന്ന ഈ പേര് കാണാൻ പഠിക്കണം. കാരണം ചിലപ്പോൾ ഓഡ് വൺ ഔട്ട് തന്നിരിക്കുന്നതിൽ ഏതാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലാത്തത് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഏതാണെന്നൊക്കെ ചിലപ്പോൾ ഈ ഓപ്ഷൻസ് എല്ലാം തന്നിട്ട് ചോദിക്കും. അപ്പോൾ ഈ പേര് കാണാൻ പഠിക്കുക, അതിന്റെ കറസ്പോണ്ടിങ് SI യൂണിറ്റും കാണാൻ പഠിക്കുക. ഇനി നമുക്ക് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് നോക്കാം. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണെങ്കിൽ ഫസ്റ്റ് വരുന്നത് ഏരിയ. ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്തിന്റെ സ്ക്വയർ ആണ്. സോ ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ ആയിരുന്നു. സോ ഏരിയ എന്ന് പറയുമ്പോൾ മീറ്റർ സ്ക്വയർ. ഇനി വോളിയം എന്ന് പറയുന്നത് ലെങ്തിന്റെ ക്യൂബ് ആണ് അല്ലേ? അപ്പൊ വോളിയത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ്. ഇനി വെയിറ്റും ഫോഴ്സും അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. ഓക്കെ, വെയിറ്റിന്റെയും ഫോഴ്സിന്റെയും യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ആൻഡ് വർക്ക്, എനർജി, ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്, ഇതിന്റെ എല്ലാം യൂണിറ്റ് ജൂൾ ആണ്. വർക്ക്, എനർജി, ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്, ഇതിന്റെ എല്ലാം യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി തന്നെ ബാക്കി നമുക്കുള്ളത് പ്രഷർ, സ്ട്രെസ്. പ്രഷറും സ്ട്രെസ്സും ആണെങ്കിൽ അതെന്നുള്ള പാസ്കൽ ആണ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയാം, അല്ലെങ്കിൽ പാസ്കൽ. പ്രഷറിന്റെയും സ്ട്രെസ്സിന്റെയും SI യൂണിറ്റ് എന്താണ്? പാസ്കൽ. ദെൻ കപ്പിൾ അഥവാ ടോർക്ക്, അതെന്താണ്? ന്യൂട്ടൺ മീറ്റർ. അതുപോലെ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ഇതെല്ലാം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആ ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ? സോ ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടണും ആ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ. അതുകൊണ്ടാണ് കപ്പിൾ, ടോർക്ക്, മൊമെന്റ് ഓഫ് ഫോഴ്സ് ഇതിന്റെ എല്ലാം യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആയത്. മൊമെന്റ് ആണെങ്കിലോ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ദെൻ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ മീറ്റർ റേസ് ടു 4 ആണ് അതിന്റെ SI യൂണിറ്റ് വരുന്നത്. ഇനി ഇമ്പൾസ് എന്ന് പറഞ്ഞാലോ ന്യൂട്ടൺ സെക്കൻഡ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ സെക്കൻഡ് ആണ് അതിന്റെ SI യൂണിറ്റ്. ഇനി സ്പീഡ് ആണ് കേട്ടോ ഇവിടെ. സ്പീഡ്, വെലോസിറ്റി ഇതൊക്കെ ആണെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ്. ആക്സിലറേഷൻ ആണെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആൻഡ് മാസ് ഡെൻസിറ്റി ആണെങ്കിൽ മാസ് ഡിവൈഡ് ബൈ വോളിയം. അപ്പൊ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ഡിവൈഡ് ബൈ വോളിയം മീറ്റർ ക്യൂബ്. ദെൻ വെയിറ്റ് ഡെൻസിറ്റി ആണെങ്കിൽ നമ്മൾ വെയിറ്റിന്റെ യൂണിറ്റ് എന്തായിരുന്നു പറഞ്ഞാൽ? ന്യൂട്ടൺ ആയിരുന്നു. വെയിറ്റ് ഡിവൈഡ് ബൈ വോളിയം ആയിരുന്നു. സോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നതോ മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. ആൻഡ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ. അപ്പൊ ഇത്രയും, അതായത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഏതൊക്കെ വരുന്നു അതിന്റെ SI യൂണിറ്റ്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെ വരുന്നു അതിന്റെ SI യൂണിറ്റ്, ഇത് ഇത്രയും നമ്മൾ കാണാതെ പഠിക്കണം. ഓക്കെ,
അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു പോയാൽ അത് കൂടുതൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിന്റെ മാർക്ക് ഫുൾ മാർക്ക് നമുക്ക് മേടിക്കാൻ പറ്റും. സോ ഇതിൽ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തിയറി പറയുക ആൻഡ് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 2 ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഓഫ് യൂണിറ്റ്? ഇത് തന്നിരിക്കുന്നതിൽ സിസ്റ്റം ഓഫ് യൂണിറ്റിൽ ക്ലാസിഫിക്കേഷൻ ഏതായിരുന്നു? നമുക്കറിയാം ഫണ്ടമെന്റൽ യൂണിറ്റും ഉണ്ട് ഡിറൈവ്ഡ് യൂണിറ്റും ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി. കാൻഡില ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ്. കാൻഡില എന്ന് പറഞ്ഞ എന്തിന്റെ യൂണിറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കാൻഡില എന്തിന്റെ യൂണിറ്റ് ആയിട്ടായിരുന്നു കണ്ടത്? ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആയിട്ടായിരുന്നു കണ്ടത്. അടുത്ത്, ദ ബേസ് യൂണിറ്റ് ഓഫ് ലെങ്ത് ഇൻ SI സിസ്റ്റം. SI സിസ്റ്റത്തില് ബേസ് യൂണിറ്റ് ഓഫ് ലെങ്ത് എന്തായിരുന്നു? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയിരുന്നു ലെങ്ത് അല്ലെ. അതിന്റെ യൂണിറ്റ് SI സിസ്റ്റത്തിലെ യൂണിറ്റ് എന്തായിരുന്നു? ഇറ്റ് ഈസ് മീറ്റർ. ഓക്കെ, അടുത്ത സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ്. നമുക്ക് മെയിൻ ആയിട്ട് 4 സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് ആണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ FPS സിസ്റ്റം. FPS സിസ്റ്റത്തിന്റെ പ്രത്യേകത ഫൂട്ട് പൗണ്ട് സെക്കൻഡ് സിസ്റ്റം ആണ്. അതായത് ലെങ്ത് എന്ന് പറയുന്നത് ഫൂട്ടിലും മാസ് എന്ന് പറയുന്നത് പൗണ്ടിലും ടൈം എന്ന് പറയുന്നത് സെക്കൻഡിലുമാണ് നമ്മൾ പറയുന്നത്. ഇനി സീജേഴ്സ് ആണെങ്കിലോ ലെങ്ത് എന്ന് പറയുന്നത് സെന്റിമീറ്ററിൽ, വെയിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നത് ഗ്രാമിലും, ടൈം സെക്കൻഡ്. ഇനി MKS സിസ്റ്റത്തിലാണെങ്കിൽ ലെങ്ത് മീറ്റർ, മാസ് കിലോഗ്രാം, ടൈം സെക്കൻഡ്. SI സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഇന്റർനാഷണൽ യൂണിറ്റ്. SI സിസ്റ്റം നമ്മൾ ഇതെല്ലാം കണ്ടുപിടിച്ചു. എന്തായിരുന്നു? ലെങ്ത് എന്ന് പറയുന്നത് അതിൽ നമ്മൾ മീറ്റർ ആയിരുന്നു പറഞ്ഞു, മാസ് എന്ന് പറയുന്നത് കിലോഗ്രാം ആയിരുന്നു, ടൈം സെക്കൻഡിലായിരുന്നു പറഞ്ഞു. ഓക്കെ, ഇനി ഈ FPS സിസ്റ്റത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രിട്ടീഷ് യൂണിറ്റ്സ് എന്ന് വിളിക്കുക. FPS സിസ്റ്റത്തിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ബ്രിട്ടീഷ് യൂണിറ്റ്സ് എന്ന് പറയും. ഈ CGS സിസ്റ്റത്തിനെയും MKS സിസ്റ്റത്തിനെയും ഒരുമിച്ച് നമ്മൾ മെട്രിക് യൂണിറ്റ്സ് എന്ന് പറയും. ഓക്കെ, ഇന്ത്യയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? SI സിസ്റ്റം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഏതാണ്? SI സിസ്റ്റം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാനുള്ളത് കുറച്ച് മൾട്ടിപ്ലൈസ് ആൻഡ് പ്രിഫിക്സസ് എന്ന് പറയും. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ നോക്കുന്നത് ഡെസിമൽ മൾട്ടിപ്ലൈസ് ആൻഡ് പ്രിഫിക്സസ്. എന്താണ്? ഡെസിമൽ മൾട്ടിപ്ലൈസ് ആൻഡ് പ്രിഫിക്സസ്. അതായത് നമ്മളിപ്പോ മൈക്രോ, മില്ലി എന്നൊക്കെ പറയത്തില്ലേ, അത് നമ്മളെങ്ങനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യും? അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? അതാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം നോക്കുന്നത് ഡെസി. ഡെസി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ മീറ്ററിലെ ഒരു ഡെസിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻1 മീറ്റർ. ഓക്കെ, ഡെസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെസി അല്ല, ഡെസി. ഡെസി എന്ന് പറഞ്ഞാൽ 10⁻⁻1 മീറ്റർ. ആൻഡ് ഈ ഡെസിയെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് D കൊണ്ടാണ്, സ്മോൾ ലെറ്റർ D. ഓക്കെ അല്ലേ? അപ്പോൾ ഡെസി എന്ന് പറഞ്ഞാൽ 10⁻⁻1 മീറ്റർ. ഇനി സെന്റി, നമ്മൾ സെന്റിമീറ്റർ എന്ന് പറയൂലേ, അതെന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ്? 10⁻⁻2 മീറ്റർ ആണല്ലോ. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻2 മീറ്റർ. ദെൻ അടുത്ത് വരുന്നത് എന്താണ്? മില്ലി. മില്ലി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻³ ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് 3 മില്ലിമീറ്റർ എന്ന് വന്നാൽ അതിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. 3 × 10⁻³ ചെയ്യണം, എന്നാലേ അത് നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത് നമുക്ക് അറിയാന്നുള്ളതാണ്. എന്താ? 1 മീറ്റർ എന്ന് പറയുന്നത് 1000 mm ആണ്. അപ്പോൾ 1 mm എന്ന് പറയുന്നത് 10⁻³ മീറ്റർ ആണ്. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, മില്ലി എന്ന് പറയുമ്പോൾ 10⁻³ കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അത്രയും മീറ്റർ. 1 മില്ലിമീറ്റർ അല്ലെങ്കിൽ 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 10⁻³ മീറ്റർ. ഇനി അടുത്ത് വരുന്നത് മൈക്രോ. മൈക്രോ എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ 10⁻⁻6 കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻6. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നാനോ എന്ന് പറഞ്ഞാലോ? നാനോ എന്നാണെങ്കിൽ 10⁻⁹ നാനോ, നമുക്ക് അങ്ങനെ ഓർക്കുക. ഇനി അടുത്ത പൈക്കോ ഉണ്ട്. പൈക്കോ എന്ന് പറഞ്ഞാൽ 10⁻⁻12. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇപ്പൊ ഒരു വാല്യൂ എന്താ 4 പൈക്കോമീറ്റർ എന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 4 × 10⁻12 മീറ്റർ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനങ്ങൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞത് 10⁻⁻ പവറിന്റെ കേസസ് ആയിരുന്നു അല്ലെ. ഇനി നമുക്ക് നോക്കേണ്ടത് ഡെക്ക എന്താണ്? ഓക്കെ, ഡെക്ക എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് 10. ഓക്കെ, അതായത് 1 ഡെക്ക എന്ന് പറഞ്ഞാൽ 1 ഡെക്ക മീറ്റർ എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ എത്രയാണ്?
10 മീറ്ററിന് ഈക്വൽ ആണ്. ഒരു ഡെക്കാമീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 10 മീറ്റർ. ഓക്കെ അല്ലേ? ഇനി ഹെക്ടോ എന്ന് പറഞ്ഞാലോ 10⁻². ഹെക്ടോ എന്ന് പറഞ്ഞാൽ 10⁻². അപ്പൊ ഒരു ഹെക്ടോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഈസ് 10⁻² മീറ്റർ. 1 ഹെക്ടോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻² മീറ്റർ. ഓക്കെ അല്ലേ? ഇനി കിലോ നമ്മൾ എപ്പോഴും അത് നമുക്കറിയാം. കിലോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻3. ഓക്കെ, കിലോ എന്ന് പറഞ്ഞാൽ 10⁻3 ആണ് നമ്മൾ കൊടുക്കുന്നത്. ദെൻ മെഗാ എന്ന് പറഞ്ഞാലോ? മെഗാ എന്ന് പറഞ്ഞാൽ 10⁻6. ഓക്കെ, മെഗാ എന്ന് പറഞ്ഞാൽ അതായത് 6 മെഗാ ന്യൂട്ടൺ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് എന്ത് ചെയ്യും? നമ്മൾ 6 × 10⁻6 ന്യൂട്ടൺ എന്ന് നമ്മൾ എഴുതും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ മെഗാ എന്ന് നമുക്ക് ഒരു പ്രിഫിക്സ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? 10⁻6 കൊണ്ട് നമുക്ക് കൺവേർട്ട് ചെയ്തത് നമുക്ക് അതിന്റെ നമുക്ക് അതിന്റെ SI യൂണിറ്റിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ജിഗ എന്നാണെങ്കിലോ? ജിഗ എന്നാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 10⁻9. ഓക്കെ, ഇനി ടെറ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 10⁻12. അപ്പൊ ഇത്രയും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, ഇനി ഇതിൽ കുറച്ചുകൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതായത് 10⁻15 എന്നാണ് വന്നെങ്കിലോ? 10⁻15 വന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പിറ്റ. ഓക്കെ, ദെൻ നമുക്ക് ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് ഇത് ഇത്രയാണ് സാധാരണ ചോദിച്ചു കാണുന്നത്. ഓക്കെ, ദെൻ 10⁻18 ആണെങ്കിലോ? ഇറ്റ് ഈസ് എക്സ. പിന്നെ 10⁻−15 ആണെങ്കിലോ? ഇറ്റ് ഈസ് കോൾഡ് ഫെൻഡോ. ഓക്കെ, 10⁻−18 ആണെങ്കിൽ അറ്റോ. ഓക്കെ, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും പഠിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് യൂണിറ്റ്സ് നോക്കാം. ഓക്കെ, ഇനി എന്താ നമുക്ക് നോക്കേണ്ടത്? യൂണിറ്റ്സ്. നമുക്ക് ആദ്യം ലെങ്ത് തന്നെ എടുക്കാം. ഓക്കെ, ഞാൻ ആദ്യം എടുക്കുന്ന ഏതാണ്? ലെങ്ത് ആണ്. ലെങ്ത് എടുക്കുമ്പോൾ നമുക്ക് ലെങ്തിന് എന്തൊക്കെ യൂണിറ്റ് ആണ് നമ്മൾ സാധാരണ പറയുന്നത്? നമുക്കറിയാം സെന്റിമീറ്റർ വരെ അല്ലേ? 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആണ്? ഇറ്റ് ഈസ് 10 millimeter ആണ്. ഇത് നമുക്ക് അറിയാവുന്നതാണ്. 1 സെന്റിമീറ്റർ ഈക്വൽ ടു 10 millimeter. ഓക്കെ, ഇനി 10 സെന്റിമീറ്റർ എന്ന് പറയുന്നതോ? ഇറ്റ് ഈസ് ഈക്വൽ ടു 1 decimeter. 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 1 decimeter. ഇനി 10 decimeter എന്ന് പറഞ്ഞാലോ? ഇറ്റ് ഈസ് 1 meter. അത് നമ്മൾ പറഞ്ഞെന്താണ്? 1 meter ഡെസി എന്ന് വന്നാൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? 10⁻−1 മീറ്റർ ആയിരുന്നു അല്ലെ? ഡെസി എന്ന് വന്നു കഴിഞ്ഞാൽ 10⁻−1 മീറ്റർ ആയിരുന്നു. സോ 10 decimeter ആകുമ്പോൾ ഇറ്റ് ഈസ് 1 meter. ഇനി 10 meter ചേരുമ്പോൾ 1 decometer ആണ്. എത്രയാവും? 1 decometer. ഓക്കെ, 10 meter എന്ന് പറഞ്ഞാൽ എന്താണ്? 1 decometer. ഇനി 10 decometer എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1 hectometer. ഓക്കെ, then 10 hectometer എന്ന് പറഞ്ഞാലോ? 1 kilometer. ഇനി 1 kilometer എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 meter. 1 kilometer എന്ന് പറയുന്നത് 1000 meter. ഇനി 1 meter എന്ന് പറയുന്നതോ? 1000 millimeter. ഓക്കെ, ഇതെന്ന് പറയാൻ നമുക്ക് സാധാരണ യൂണിറ്റ് കൺവെർഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 yard സാധാരണ ചോദിച്ചു കാണുന്നതാണ്. 1 yard എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 3 feet. എത്രയാണ്? 3 feet. 1 yard എന്ന് പറയുന്നത് ഈക്വൽ ടു 3 feet. ഓക്കെ, ഇനി 1 foot എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 12 inch. ഓക്കെ, 1 foot എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 12 inch. ഇനി 1 meter എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 centimeter ആണെന്ന് നമ്മൾ അറിയാം. അപ്പൊ അതെന്ന് പറഞ്ഞാൽ എത്ര ഇഞ്ച് ആയിരിക്കും? 39.37 inch ആയിരിക്കും. ഓക്കെ, അപ്പൊ 1 foot എന്ന് പറഞ്ഞാൽ 12 inch. പിന്നെ 1 meter എന്ന് പറഞ്ഞാൽ 100 centimeter. ഇവിടെ ഒരു കാര്യം വിട്ടുപോയി. 1 inch എന്ന് പറയുന്നത് 2.54 centimeter ആണ്. ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 meter എന്ന് പറഞ്ഞാൽ 100 centimeter, അങ്ങനെയാണ് 39.37 inch എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളൂ 1 yard. 1 yard എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 91.44 centimeter. 1 yard എന്ന് പറഞ്ഞാൽ എത്രയാണ്? 91.44 centimeter. ഇത് വാല്യൂസ് എങ്ങനെയെങ്കിലും നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. ഇതെല്ലാം ചോദിക്കുന്നതാണ്. ഓക്കെ, ഇനി 1 meter എന്ന് പറഞ്ഞാൽ
എത്ര ഫീറ്റ് ആയിരിക്കും? ഇറ്റ് ഈസ് 3.28 ഫീറ്റ്. ഓക്കെ, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 3.28 ഫീറ്റ്. അങ്ങനെയാണെങ്കിൽ അത് എത്ര യാർഡ് ആയിരിക്കും? 1.09 യാർഡ്. അതെങ്ങനെ കിട്ടി? 1 യാർഡ് എന്ന് പറയുന്നത് 3 ഫീറ്റ് ആയിരുന്നു. ഓക്കെ, അപ്പം എന്റെ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 3.28 ഫീറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അത്രയെന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.09 യാർഡ് ആയിരിക്കും. ഇനി 1 മൈല്. 1 മൈൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1.609 കിലോമീറ്റർ. 1 മൈൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഈസ് 1.609 കിലോമീറ്റർ ആണ്. ഇനി 1 നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാലോ? 1 നോട്ടിക്കൽ മൈൽ. 1 നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1.852 കിലോമീറ്റർ. ഓക്കെ, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നിങ്ങളടുത്ത് ചോദിക്കാം. അപ്പൊ ഇത് കാണാൻ പഠിച്ചേ പറ്റത്തുള്ളൂ. ഇനി 1 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 1.852 കിലോമീറ്റർ. ഇനി 1 മൈൽ എന്ന് പറഞ്ഞാൽ 1.609 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ 8 ഫെർലോങ് ആണ്. എത്രയാണ്? 8 ഫെർലോങ്. ഇനി 1 ഫാത്തോം എന്ന് പറഞ്ഞാലോ? 1 ഫാത്തോം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 6 ഫീറ്റ്. നമ്മൾ നേരത്തെ 1 യാർഡ് എന്ന് പറയുന്നത് 3 ഫീറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ 1 ഫാത്തോം എന്ന് പറയുന്നത് 6 ഫീറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 1 ഫാത്തോം എന്ന് പറയുന്നത് എത്ര യാർഡാണ്? ഇറ്റ് ഈസ് 2 യാർഡ്. ഓക്കെ അല്ലേ? ഇനി 1 പോൾ അഥവാ റോഡ്. 1 റോഡ് അല്ലെങ്കിൽ പോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 5/1/2 യാർഡ് ആണ്. ഓക്കെ, 1 പോൾ അല്ലെങ്കിൽ റോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 5/1/2 യാർഡ്. ഇനി 1 മൈൽ എന്ന് പറഞ്ഞാൽ 1 മൈൽ എന്ന് പറഞ്ഞാൽ എത്ര ഫീറ്റ് ആയിരിക്കും? ഇറ്റ് ഈസ് 5280 ഫീറ്റ് ആണ്. ഓക്കെ, 1 മൈൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 5280 ഫീറ്റ്. ഓക്കെ അല്ലേ? ദെൻ 1 നോട്ടിക്കൽ മൈലിനെ നമ്മൾ നേരത്തെ 1 നോട്ടിക്കൽ മൈൽ 1.852 കിലോമീറ്റർ എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ അതെന്ന് പറഞ്ഞാൽ എത്ര ഫീറ്റ് ആയിരിക്കും? ഇറ്റ് ഈസ് 6080 ഫീറ്റ് ആണ്. 1 നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ 1.852 കിലോമീറ്റർ ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 6080 ഫീറ്റ്. ഇനി 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 0.622 മൈലാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ലെങ്തിന്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ ആദ്യം ഇത് നന്നായിട്ട് കാണാൻ പഠിക്കുക. ഓക്കെ, എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കാണ്ട് കുറേശ്ശെ പഠിക്കുക. പഠിക്കുന്നതിന് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. അപ്പൊ ലെങ്തിന്റെ യൂണിറ്റ്സ് ആണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഏരിയയുടെ യൂണിറ്റ്സ് ആണ്. ഏരിയ. ഓക്കെ, ഏരിയയിൽ വരുമ്പോൾ 1 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 10.764 ഫീറ്റ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് വീണ്ടും കൺവേർട്ട് ചെയ്യാം. ഇറ്റ് ഈസ് 1550 ഇഞ്ച് സ്ക്വയർ. ഓക്കെ, ഇനി 1 എയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 10 സ്ക്വയർ മീറ്റർ സ്ക്വയർ ആണ്. 1 ഹെക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 10⁴ മീറ്റർ സ്ക്വയർ. 1 എയർ എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ മീറ്റർ സ്ക്വയർ ആണ്, അതായത് 100 മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി 1 ഹെക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 10⁴ മീറ്റർ സ്ക്വയർ. ഇനി 1 ഹെക്ടർ എന്ന് പറയുന്നത് എത്ര എയർ ആയിരിക്കും? ഇറ്റ് ഈസ് 2.47 എയർ ആയിരിക്കും. എത്രയാണ്? 2.47 സോറി ഏക്കർ ആണ്. ഏക്കർ. 1 ഹെക്ടർ ഈക്വൽ ടു 2.47 ഏക്കർ. ഇനി 1 ഏക്കർ എന്ന് പറയുന്നത് ഈക്വൽ ടു എത്ര മീറ്റർ സ്ക്വയർ ആയിരിക്കും? ഇറ്റ് ഈസ് 4047 മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 100 സെന്റ്. നമ്മൾ വീടൊക്കെ വാങ്ങുമ്പോൾ എത്ര സെന്റ് എന്നൊക്കെ പറഞ്ഞല്ലേ മേടിക്കുന്നത്. അപ്പോൾ 1 ഏക്കർ എന്ന് പറയുന്നത് എത്രയാണ്? 100 സെന്റ് ആണ് 1 ഏക്കർ എന്ന് പറയുന്നത്. ഇനി ഇത് എത്ര യാർഡ് സ്ക്വയർ ആണ്? 4840 യാർഡ് സ്ക്വയർ. ഓക്കെ അല്ലേ? ഇനി 1 സെന്റ് എന്ന് പറയുന്നത് എത്ര മീറ്റർ സ്ക്വയർ ആണ്? 1 സെന്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഇറ്റ് ഈസ് 40.468 മീറ്റർ സ്ക്വയർ. 1 സെന്റ് എന്ന് പറയുന്നത് 40.468 മീറ്റർ സ്ക്വയർ. ഇനി 1 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1.196 യാർഡ് സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഏരിയയിൽ പഠിക്കേണ്ടത്. ഏരിയയിൽ കുറച്ചേ ഉള്ളൂ, പക്ഷെ ലെങ്ത് നമുക്ക് ഒരുപാടുണ്ട് അല്ലേ? അപ്പൊ 1 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് അത് യാർഡിൽ പറയാൻ പറഞ്ഞാൽ 1.196 യാർഡ് സ്ക്വയർ ആണ്. അതെന്ന് പറഞ്ഞാൽ 10.764 ഫീറ്റ് സ്ക്വയർ ആണ്. 1550 ഇഞ്ച് സ്ക്വയർ ആണ്.
ഓക്കെ. ഇനി 1 എയർ എന്ന് പറഞ്ഞാൽ 10⁻²² മീറ്റർ സ്ക്വയർ ആണ്. 1 ഹെക്ടർ എന്ന് പറഞ്ഞാൽ 10⁻4 മീറ്റർ സ്ക്വയർ. ഇനി 1 ഹെക്ടർ എന്ന് പറഞ്ഞാൽ എത്ര ഏക്കറാണ്? 2.47 ഏക്കർ ആണ്. ഇനി 1 ഏക്കർ എന്ന് പറയുന്നത് 100 സെന്റ് ആണ്. ഒരു സെന്റ് എന്ന് പറയുന്നത് 40.468 മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വോളിയം, യൂണിറ്റ്സ് ഓഫ് വോളിയം ആണ്. ഓക്കെ. വോളിയത്തിൽ വരുമ്പോൾ 1 മീറ്റർ ക്യൂബ് നമുക്ക് ആദ്യം തന്നെ എടുക്കാം. 1 മീറ്റർ ക്യൂബ് എത്ര ഫീറ്റ് ക്യൂബ്? 35.315 ഫീറ്റ് ക്യൂബ്. അല്ലെങ്കിൽ നമുക്ക് അതിനെ യാർഡ് ക്യൂബിലോട്ട് കൺവേർട്ട് ചെയ്യാം. 1.308 യാർഡ് ക്യൂബ്. ഓക്കെ. ഇനി 1 ഫീറ്റ് ക്യൂബ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 0.283 മീറ്റർ ക്യൂബ് ആണ്. 1 ഫീറ്റ് ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? ഇതിനെ തിരിച്ചിട്ടു. ഓക്കെ. എങ്ങനെ തിരിച്ചിട്ടത്? 1 മീറ്റർ ക്യൂബ് 35.315 ഫീറ്റ് ക്യൂബ്. അപ്പൊ 1 ഫീറ്റ് ക്യൂബ് കണ്ടുപിടിക്കാൻ അത് ഡിവൈഡഡ് ബൈ 35.315. അപ്പൊ 0.0283 മീറ്റർ ക്യൂബ്. ഇനി 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 ലിറ്റർ ആണ്. 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 ലിറ്റർ ആണ്. ഇനി 1 ഫീറ്റ് ക്യൂബിനെ തന്നെ നമുക്ക് വീണ്ടും എഴുതാം. ഇത് 7.48 ഗാലോൺ. ഓക്കെ. അപ്പൊ 1 ഗാലോൺ എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ ആയിരിക്കും? 4.546 ലിറ്റർ ആണ്. 1 ഗാലോൺ എന്ന് പറയുന്നത് 4.546 ലിറ്റർ. ഇനി 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 സെന്റിമീറ്റർ ക്യൂബ് ആണ്. 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ, 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 സെന്റിമീറ്റർ ക്യൂബ്. ഇനി 4 പോൾ എന്ന് പറയുന്നത് 1 ഗണ്ടേഴ്സ് ചെയിൻ. ഇത് നമ്മുടെ ലെങ്തിൽ വരുന്നതാണ് കേട്ടോ. എക്സ്ട്രാ. അപ്പൊ ഇത്രയുള്ള നമുക്ക് വോളിയത്തിൽ പഠിക്കാനായിട്ട്. ഇനി നമ്മൾ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ പഠിക്കാം. 4 പോൾ എന്ന് പറഞ്ഞാൽ 1 ഗണ്ടേഴ്സ്. ഇത് നമ്മൾ സർവേയിൽ വരുന്നതാണ്. ഓക്കെ. സർവേയിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതെന്ന് പറയുന്നത് 66 ഫീറ്റ്. ഓക്കെ. 4 പോൾ എന്ന് പറഞ്ഞ 1 ഗണ്ടേഴ്സ് ചെയിൻ ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 66 ഫീറ്റ്. ഇനി 10 ഗണ്ടേഴ്സ് ചെയിൻ, 10 ഗണ്ടേഴ്സ് ചെയിൻ ചേരുമ്പോൾ അവിടെ 1 ഫർലോങ് ആയി. ഇതെല്ലാം ലെങ്തിന്റെ ആണ് കേട്ടോ. 10 ഗണ്ടേഴ്സ് ചെയിൻ വരുമ്പോൾ 1 ഫർലോങ് ആയി, അതായത് 660 ഫീറ്റ് ആയി. ഓക്കെ അല്ലേ? ഇനി 1 സ്ക്വയർ മൈൽ എന്ന് പറയുന്നത് ഈക്വൽ ടു 640 ഏക്കേഴ്സ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 259 ഹെക്ടേഴ്സ്. പിന്നെ 1 ഹെക്ടർ എന്ന് പറഞ്ഞാലോ 2.47 ഏക്കർ. അപ്പൊ ഇത്രയും കൂടെ നമ്മൾ ലെങ്ത്, ഇത് ഏതിലാണ് വരുന്നത്? ലെങ്തിലായിട്ടോ വരുന്നത്. അപ്പൊ അതും കൂടെ നമ്മൾ പഠിച്ചു വെക്കാം. ഓക്കെ. ഇനി നമുക്ക് നോക്കേണ്ടത് വെയിറ്റിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ. വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഫസ്റ്റ് വരുന്നത് 1 ടണ്ണ്. ഓക്കെ. 1 ടൺ എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 1000 കിലോഗ്രാം. 1 ടൺ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 1000 കിലോഗ്രാം. ഇനി 1 ക്വിന്റൽ, നമ്മൾ ഈ റീഇൻഫോഴ്സ്മെന്റിന്റെ ഒക്കെ യൂണിറ്റിൽ വരുമായിരിക്കും. എന്താണ് 1 ക്വിന്റൽ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് 100 കിലോഗ്രാം. സ്റ്റീലിന്റെ ഒക്കെ ഇതിൽ വരുമ്പോഴത്തേക്കും 1 ക്വിന്റൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ 1 ക്വിന്റൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 100 കിലോഗ്രാം. ഇനി 1 കിലോഗ്രാം എന്ന് പറഞ്ഞ ഈക്വൽ ടു ഇത് എത്ര പൗണ്ടാന്ന് വെച്ചാൽ 2.205 പൗണ്ട്. 2.205 പൗണ്ട്. പിന്നെ 1 പൗണ്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു 0.454 കിലോഗ്രാം. അപ്പൊ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള യൂണിറ്റ്സ് എന്ന് പറഞ്ഞത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മൾ കുറേശ്ശെങ്കിലും പഠിച്ചിട്ട് അതിനെ റിപ്പീറ്റ് ചെയ്യുക, എന്നാലും നമ്മുടെ മനസ്സിൽ ഇരിക്കത്തുള്ളൂ. അപ്പൊ ഇതിന്റെ റിലേറ്റഡ് നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി മില്ലിമീറ്റേഴ്സ് ആർ ദെയർ ഇൻ 1 ഇഞ്ച്? 1 ഇഞ്ചിൽ എത്ര മില്ലിമീറ്റർ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ പഠിച്ചതെന്താണ്? 1 ഇഞ്ച് എന്ന് പറയുന്നത് 2.54 സെന്റിമീറ്റർ എന്ന് നമ്മൾ കണ്ടു അല്ലെ? അപ്പൊ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 10 mm ആയിരുന്നു. സോ 1 ഇഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ഇഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 10 mm. 10 mm എന്ന് പറയുന്നത് 2.54 സെന്റിമീറ്റർ ആണ്. അപ്പൊ 1 mm കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 1 into 25.4 mm. ഓക്കെ. അപ്പൊ ഇവിടെ ഹൗ മെനി മില്ലിമീറ്റേഴ്സ് ആർ ദെയർ ഇൻ 1 ഇഞ്ച് എന്നാണ്. അപ്പൊ 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 2.54 സെന്റിമീറ്റർ ആണ്. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 mm. അപ്പൊ 2.54 സെന്റിമീറ്ററിൽ എത്ര mm ഉണ്ട്? 25.4 mm. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. What is the product of 0.003 into 0.5? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇത് പോയിന്റ് കഴിഞ്ഞുള്ളതൊന്നും നോക്കണ്ട, ജസ്റ്റ് ആ നമ്പേഴ്സ് 0 അല്ലാണ്ടുള്ള ആ നമ്പേഴ്സ് തമ്മിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 5 എത്രയാണ്? 15. ഇനി ഈ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര പോയിന്റ്സ് ഉണ്ടെന്ന് നോക്കാം.
എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കുക. അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് എത്രയാണ് 1 2 3 ആൻഡ് ഇവിടെ ആണെങ്കിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഉണ്ട്. അപ്പൊ ടോട്ടൽ 4 നമ്പേഴ്സ്. അപ്പൊ ഈ 15ൽ നിന്നും ബാക്കിലോട്ട് എത്ര ഡിവൈഡഡ് ബൈ 10⁴ ചെയ്യുക. ഓക്കെ, ഡിവൈഡഡ് ബൈ 10⁴. അപ്പൊ എന്ത് കിട്ടും? 1 2 അതായത് 15ന്റെ ബാക്കിലോട്ട് പോകണം. 1 2 3 4 കറക്റ്റ് ആണല്ലോ. 0.0015. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഈ നമ്പേഴ്സ് മാത്രം ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിന് എന്ത് ചെയ്യണം? ബാക്കിലോട്ടേക്ക്, അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കുക. അത് അത്രയും നമ്പർ ബാക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യുക. അതായത് ഇവിടെ ഇപ്പൊ 1 2 3 ആൻഡ് 4 നമ്പേഴ്സ് ആണുള്ളത്. സോ ഡിവൈഡഡ് ബൈ 10⁴ ചെയ്യുക. അപ്പൊ അത് എത്ര കിട്ടും? 0.0015 കിട്ടും. ആൻസർ ബി ആണ് വരുന്നത്. Then what is the square root of 529? 529ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. നമുക്ക് പെട്ടെന്ന് കട്ടത്തിലായിരിക്കും. ഫസ്റ്റ് പൊസിഷനിൽ ഇവിടെ എന്താ വന്നേക്കുന്നത്? 9 അല്ലേ വന്നേക്കുന്നത്. സോ 9 വരണമെങ്കിൽ അത് എന്തിന്റെ സ്ക്വയർ? നമ്മുടെ ഏതാണോ നമ്മുടെ ഡിജിറ്റ് അതിന്റെ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 3 ആണ്. 3 സ്ക്വയർ അല്ലേ 9? സോ 3 ആണ്. അപ്പൊ ഈ ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്ക് എല്ലാം 3 ആണ്. ഫസ്റ്റ് ഡിജിറ്റ് 3 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത നമുക്കപ്പോ എന്തായാലും കണ്ടുപിടിച്ചേ പറ്റും. അപ്പൊ 13ന്റെ സ്ക്വയർ എത്രയാണ്? നമുക്കറിയാം 169. നമുക്ക് 25ന്റെ സ്ക്വയർ 625 എന്ന് പറയാം. അപ്പൊ ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ളതാണ് ഈ 529 എന്ന് പറയുന്നത് അല്ലെ. 169ന് 625. അപ്പൊ ഇതിന് രണ്ടിനും ഇടയ്ക്ക് ഇവിടെ ഏതേ ഉള്ളൂ? 23 ഉള്ളൂ. സോ ആൻസർ വരുന്നത് 23. 23യുടെ സ്ക്വയർ ആണ് 529. കൺവേർട്ട് 235 mm into സെന്റിമീറ്റർ. സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമുക്കറിയാം 10 mm എന്ന് പറയുന്നതാണ് 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ 1 mm എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇറ്റ് ഇസ് 0.1 സെന്റിമീറ്റർ. അങ്ങനെ 235 mm എന്ന് പറയുന്നത് 235 into 0.1, അതായത് 23.5 സെന്റിമീറ്റർ. ഓക്കെ അല്ലേ? കൺവേർട്ട് 0.6 mm into മൈക്രോൺ. ഓക്കെ, നമുക്കറിയാം 1 മൈക്രോൺ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചത് എന്താണ്? 10⁻⁶ മീറ്റർ ആണ് അല്ലെ. അപ്പൊ 1 മീറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം 1000 mm ആണ്. സോ 1000 mm എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁶ മൈക്രോൺ. അതായത് ഇതിന് തിരിച്ചിട്ടു. 1 മൈക്രോൺ എന്ന് പറഞ്ഞാൽ 10⁻⁻⁶ മീറ്റർ ആണെങ്കിൽ 1 മീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 10⁻⁶ മൈക്രോൺ. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1 മീറ്റർ ഈക്വൽ ടു 10⁻⁶ മൈക്രോൺ. എന്നിട്ട് ഇവിടെ 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര mm എന്ന് പറഞ്ഞിട്ടുണ്ട്? 1000 mm ആണ് നമുക്കറിയാം. അപ്പൊ 1 mm എന്ന് പറയുന്നത്, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 1000 mm എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 10⁻⁶ മൈക്രോൺ ആണ്. ആണെങ്കിൽ 1 mm എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഈസ് 10⁻³ മൈക്രോൺ. ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക. അങ്ങനെ നമ്മൾ ഇവിടെ ചോദിച്ചാൽ 0.6 mm കാര്യമാണ്. അപ്പൊ 0.6 mm എന്ന് പറഞ്ഞത് 0.6 into this 1000. അപ്പൊ എത്ര വരും? 600 മൈക്രോൺ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 1 മൈക്രോൺ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം 1 മൈക്രോൺ എന്ന് പറഞ്ഞാൽ 10⁻⁻⁶ മീറ്റർ ആണ്. ഇനി 1.021 meter plus 1.1 centimeter equal to dash centimeter. അപ്പൊ ഇവിടെ ആൻസർ വരേണ്ട സെന്റിമീറ്ററിലാണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു മീറ്ററും ഒരു സെന്റിമീറ്ററും ആണല്ലോ തന്നേക്കുന്ന. ആൻസർ വേണ്ടത് എന്താണ്? സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഏതിലാണോ ആൻസർ വേണ്ടത് എല്ലാ യൂണിറ്റും അതിലേക്ക് കൺവേർട്ട് ചെയ്യാം. സെന്റിമീറ്ററിലേക്കാണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്താണ് ഈ 1.021 മീറ്ററിനെ സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിനെന്ത് ചെയ്യും? 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. അങ്ങനെ 1.021 മീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 102.1 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതിന് വെച്ച് ആഡ് ചെയ്യുക. 102.1 സെന്റിമീറ്റർ പ്ലസ് 1.1 സെന്റിമീറ്റർ നമ്മൾ 103.2 സെന്റിമീറ്റർ എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Then 0.03 meter into 51.5 centimeter equal to dash centimeter square എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ ആൻസർ സെന്റിമീറ്റർ സ്ക്വയറിലാണ് വേണ്ടത്. അപ്പൊ ഇവിടെ എല്ലാം യൂണിറ്റ് എന്താവണം? സെന്റിമീറ്ററിലാവണം അല്ലെ. അപ്പൊ ഇവിടെ 0.03 മീറ്ററിന് എന്താക്കണം? ആദ്യം സെന്റിമീറ്ററിലോട്ട് ആക്കാം. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ എന്ന് നമുക്കറിയാം. അങ്ങനെ 0.03 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 സെന്റിമീറ്റർ. അപ്പൊ 3 into 51.5 ചെയ്യും. അപ്പൊ 154.5 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കൺവേർട്ട് 12 ഫീറ്റ് ഇൻറ്റു യാർഡ്. നമുക്കറിയാം 1 യാർഡ് എന്ന് പറയുന്നത് 3 ഫീറ്റ് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പൊ 1 ഫീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് 1/3 യാർഡ്. ഇതിനെ തിരിച്ചിപ്പുറത്ത് കൊണ്ടുവന്നു. ഓക്കെ, ഈ 3യെ ഡിവൈഡഡ് ബൈ ചെയ്തു. ഓക്കെ, അപ്പൊ 1 ഫീറ്റ് എന്ന് പറഞ്ഞാൽ 1/3 യാർഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? 12 ഫീറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 12 ഫീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻറ്റു 12 ഇൻറ്റു 1/3 ദാറ്റ് ഈസ് 4 യാർഡ്. അപ്പൊ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ലെക്ചറിൽ. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി നോക്കാം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ യൂണിറ്റ്സ്, ഞാൻ കുറെ പ്രിഫിക്സും സഫിക്സും ഒക്കെ പറഞ്ഞു, അതുപോലെ യൂണിറ്റ്സ് ഓഫ് ലെങ്ത്, ഏരിയ, വോളിയം, വെയിറ്റ് ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം നിങ്ങൾ കാണാതെ പഠിച്ചിട്ട് റിവൈസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് മറന്നുപോകും. പിന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അതിൽ നിന്നാണ് ഇതിൽ നിന്ന് ചോദിക്കാൻ. ഒരു സെക്ഷൻ എന്ന് പറയുന്നത് അതാണ്, യൂണിറ്റ്സ് ആണ് ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ദെൻ ഇനി നമുക്ക് എന്താണ് കുറെ
സോളിഡിന്റെ വോളിയം കണ്ടുപിടിക്കണം, അല്ലാണ്ട് 2 ഡയമെൻഷണൽ സ്ട്രക്ചേഴ്സിന്റെ ഏരിയ, സർഫസ് ഏരിയ, അങ്ങനെ എല്ലാം കണ്ടുപിടിക്കാനൊക്കെ ആയിട്ടുണ്ട്. മെൻസുറേഷൻ എന്നുള്ള ചാപ്റ്റർ ഉണ്ട്. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമുക്ക് എന്തായാലും കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യണം ഇതിൽ നിന്ന്, കാരണം 6 മാർക്കേ ഉള്ളൂ. നമുക്ക് അത് കൂടുതലും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 6 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ അല്ലേ?